ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് മുടി വെട്ടാൻ പോയി. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. ഇനി വെളിയിലോട്ടൊന്ന് പോകാൻ പ്ലാനുണ്ട്. കുട്ടിക്കാനം പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ലാത്തതിനാൽ കുട്ടിക്കാനം പോയേക്കാമെന്ന് വെച്ച് അവിടെ ചെന്നിട്ട് വേണം വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഈ ഒരു സൈഡ് മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് വലിയ വെയിലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുണ്ട്. ഇതുവരെ കാപ്പിയൊന്നും കുടിച്ചില്ല. പോകുന്ന വഴിക്ക് വേണം അതും കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കണ്ട ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് എരുമേലി വന്നു. ഇവിടെ ഇപ്പോൾ ശബരിമല സീസണാണ്. അതുകൊണ്ട് തന്നെ റോഡ് മൊത്തം ബ്ലോക്കാണ്. പേട്ടതുള്ളലും ഒക്കെ ഉള്ളതിനാൽ റോഡൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. ഇതാണ് മുണ്ടക്കയം ബ്രിഡ്ജ്. അപ്പോൾ അതും പാസ് ചെയ്ത് ഞങ്ങൾ കുട്ടിക്കാനത്തോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡിൽ. മുണ്ടക്കയം എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുട്ടിക്കാനം കയറി കഴിയുമ്പം അവിടെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. കാലാവസ്ഥയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടാവുമോ എന്ന് നമുക്ക് അവിടെ ചെന്ന് തന്നെ കണ്ടറിയണം. അപ്പോൾ ഞങ്ങൾ മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ കയറ്റം കയറി തുടങ്ങുന്നത്. അങ്ങനെ ഈ കാണുന്നതാണ്, അതായത് ഈ വലത്ത് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നിർത്തിയില്ല, നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് ഒതുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിവിടെ കുട്ടിക്കാനം കയറുന്ന ഒരു വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കയറി വന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ ഡൈനിങ് ഏരിയയുടെ ആ ഭാഗത്ത് കാണുന്ന ഒരു വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പവും ബീഫും പിന്നെ ചായയുമാണ്. അപ്പം ആദ്യമേ തന്നെ ചായ കുടിച്ചു. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പം എടുത്ത് ബീഫിൻ്റെ കൂടെ കഴിച്ചു. പിന്നെ ഇവിടെ നിന്നും ഇനി കുട്ടിക്കാനത്തിന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇതുവരെ പ്ലാനൊന്നുമായിട്ടില്ല ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊന്നും. അങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് പേ ചെയ്ത് കുട്ടിക്കാനത്തേക്ക് യാത്ര തുടർന്നു.